തുറക്കാൻ പോവാന്നേ. പഴംപൊരിയും ബീഫ് റോസ്റ്റ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദിലീപേട്ടാ, ഈ പഴംപൊരിയും ബീഫും എന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ ഇത് കാണുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? ഇതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടെന്നൊക്കെ ഞാൻ ഇത് ദേപ്പുട്ട് ദുബായില് നമ്മള് ശരിക്കും പറഞ്ഞാല് ഒരു 4 to 6:37 വരെയുള്ള ഒരു ബ്രേക്ക് ടൈം ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളവിടെ ചായയും കടിയും എന്നൊക്കെ ഉള്ളൊരു സംഭവത്തിലേക്ക് മാറി. അപ്പൊ അതിൽ പല കോംബോ വന്നപ്പോഴാണ് പഴംപൊരിയും ബീഫ് റോസ്റ്റിന്റെ ഒരു കഥ നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് സംഭവിച്ചത് ആലപ്പി ബ്രദേഴ്സ് ഹോട്ടലിൽ വെച്ചിട്ട് ആണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അത് ഇങ്ങനത്തെ ബീഫല്ല, അവിടുത്തെ ബീഫ് നല്ല രസമാണ്. ഇത് മോശമെന്നല്ല, ഞാൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ അത് ബീഫ് റോസ്റ്റ് തന്നെയായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നത് തക്കാളിയും അതും ഇതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള സംഭവമായിരുന്നു. പഴംപൊരി എടുത്തപ്പോൾ ഒരു വർഷം അതിൽ വീണപ്പോൾ അത് ഞാൻ എടുത്ത് കഴിച്ചപ്പോൾ കൊള്ളാമല്ലോ, നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി നോക്കി. അപ്പോൾ പറഞ്ഞു, എടാ ഇത് കഴിച്ചു നോക്കടാ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ പിന്നെ ഞാൻ അവിടെ പോകുമ്പോൾ നല്ല ഒരു ലൈറ്റായിട്ട് അടിച്ച നല്ല പാൽച്ചായയും പഴംപൊരിയും ബീഫ് റോസ്റ്റും, അതങ്ങനെ ഒരു നല്ല കോംബോ ആയി മാറി. അതാണ് ഉണ്ടായത്. ഇത് പൊതിഞ്ഞെടുത്തോണ്ട് പോകാൻ എനിക്കൊരു ടെൻഡൻസി. ആരും ഒന്നും പറയില്ല, പേപ്പർ വരുപ്പുണ്ടല്ലോ. ഇതിപ്പോ ഇത്രയും ദിലീപേട്ടൻ പറഞ്ഞു, ബ്രദേഴ്സിന്റെ കാര്യം പറഞ്ഞു, ഒന്ന് ബാക്ക് ടു ദ ഗുഡ് ഓൾഡ് ഡേയ്സ് മെമ്മറീസിലേക്ക് പോയി. ഒരാളുണ്ട് കേട്ടോ ദിലീപേട്ടാ, ആരാ നമുക്കൊന്ന് നോക്കാം. നോക്കൂ. ഓക്കെ, ആള് ചേട്ടൻ ആരാന്ന് മനസ്സിലായോ ദിലീപേട്ടാ? ബാലുഭായി നമ്മുടെ ഒരു സഹോദരനാണ്. അന്ന് ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ല. ഞാൻ അത് കഴിഞ്ഞ് സിനിമയിൽ വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്താണ് മിമിക്രിക്കും പോകുന്നുണ്ട്. മിമിക്രിക്ക് പോകുന്ന സമയത്ത് അവിടെ കയറി ഇതാവും. പിന്നെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് നമുക്ക് സിനിമയുടെ കൂടുതൽ കാര്യങ്ങൾ. ഇവരുടെ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രം ഉള്ളൊരു ഹോട്ടലാണ്. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ളൊരു ഹോട്ടലാണത്. അവിടെ ഇരുന്നാണ് ഫാസി സാറ്, സിദ്ദിഖും ലാലേട്ടനൊക്കെ ഒരുപാട് കാലം അവിടെ താമസിച്ച് ഒരുപാട് ഹിറ്റ് സിനിമകൾ അവിടെ നിന്ന് വന്നിട്ടുള്ളതാണ് അല്ലേ? അതെ. ബ്രദേഴ്സ് ഹോട്ടല് ആലപ്പിയിൽ പോകുമ്പോൾ എടുത്തു പറയേണ്ട ഹോട്ടലാണ് ബ്രദേഴ്സ്. അവിടുത്തെ ഭക്ഷണം നല്ലതാണ്. താങ്ക് യു. ഞാനിപ്പോൾ പോകുമ്പോഴും തിരുവനന്തപുരം പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ബ്രദേഴ്സിൽ ഉണ്ണാൻ എത്തുന്ന ടൈം കണക്കാക്കിയിട്ടാണ് പോവാറ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ, ഞാൻ ഈ ചമ്പക്കുളം തച്ചൻ എന്നൊക്കെ പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ അവിടെ താമസിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ തമ്മിലൊരു അടുപ്പമാണ്. കാരണം ഒരുപാട് സിനിമയിലെ ആളുകളായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ബാലുഭായി. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ തമ്മിലൊരു സഹോദര ബന്ധം അങ്ങനെ